Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചീസ് ടോസ്റ്റ് ആണ്. രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കുന്ന ചീസ് ടോസ്റ്റ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന് മുട്ടയുള്ളതും ഒന്ന് അല്ലാതെയുള്ള സാധാരണ ചീസ് ടോസ്റ്റും. ആദ്യം തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇതിലേക്ക് ഈ ഒരു കുഞ്ഞു ബൗളിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഞാനതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ വളരെ കുഞ്ഞായിട്ട് ഞാനിവിടെ ഗാർലിക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വരും അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, വളരെ പൊടിയായിട്ട് അരിഞ്ഞു കൊടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേമാതിരി കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഞാൻ മറന്നുപോയി ബാക്കി ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം കേട്ടോ. എനിക്കിത്ര മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ബെറ്റർ നമ്മൾ തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലേവർ ഇറങ്ങി വരും. അപ്പം ഞാനിത് ആക്ച്വലി തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് എൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം വരാൻ വേണ്ടിയിട്ട് എനിക്ക് എങ്ങനെയാണ് തോന്നിയത്, അപ്പം ഫ്രഷായിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇതിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഇൻഫ്യൂസ്ഡ് ആവണ മാതിരി തോന്നി. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങാം. അപ്പം ആദ്യം തന്നെ നമുക്ക് 2 മഴ കാരണം കുറേ നുഴമ്പ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് 2 ഫ്ലേവറിൽ ചെയ്യാം. അപ്പം രണ്ടും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് എടുത്തു. നമുക്ക് 2 സ്ലൈസ് ബ്രെഡ് വേണം. അതേമാതിരി ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്കൊരു 10 സെക്കൻഡ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മിക്സ്ചർ വെളുത്തുള്ളിയും അപ്പോൾ വീട് മുഴുവൻ ഈ ഒരു മിക്സ്ചറിൻ്റെ മണമാണ്. ഇത് ഞാൻ ഇതിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഓൾറെഡി കുറച്ച് സോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ ഞാൻ ഇതിൽ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ഒരു ചേഞ്ച് ഓഫ് ടേസ്റ്റിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഹണി ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ വേറൊരു ഫ്ലേവർ വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 സെറ്റ് ചീസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം വലുപ്പം പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് നിറയണ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഗ്രേറ്റഡും ആഡ് ചെയ്യാം, പക്ഷേ കുറച്ചുകൂടെ നീറ്റ് കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നണു ഈ ചീസ് സ്ലൈസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഓക്കെ, ഞാൻ 2 സെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മേലത്തെ ലെയർ. ഇനി ഞാനൊരു നൈഫ് എടുത്തിട്ട് ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല. അടിയത്തെ ഭാഗം കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് ഇടുകയാണ്. എന്നിട്ട് നമുക്ക് പുൾ അപ്പാർട്ട് മാതിരി ആക്കി വയ്ക്കാം. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, എല്ലാം ഒരുമിച്ച് വെച്ചോളൂ. കുറച്ചുകൂടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മേലെയും കുറച്ചുകൂടെ ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പം മേലെ നല്ല ക്രിസ്റ്റി ആയിട്ട് വരും. ഓക്കെ, ഇതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത സെറ്റ് വേറൊരു ഫ്ലേവറിൽ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബ്രെഡ് ഞാനിതാ ഒന്ന് ജസ്റ്റ് നടുവിൽ, നിങ്ങൾക്ക് ഏത് കട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫ്ലവർ കട്ടർ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്യുകയാണ്. ഒന്ന് അലക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വിട്ടുവരും. കണ്ടോ? എന്നിട്ട് ഈ സ്ലൈസിലേക്ക് നമ്മൾ ഈ ബട്ടർ തേച്ച് കൊടുക്കുകയാണ്.
ജസ്റ്റ് ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മേലെ നമ്മൾ ചീസ് വയ്ക്കുകയാണ്. സെയിം പ്രോസസ്സ് തന്നെ, പക്ഷേ ഇതിൻ്റെ മേലെ മുട്ടയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു മുട്ട ഇതിലേക്ക് നടുവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ മുട്ടയിലേക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ബേക്ക് ചെയ്ത് വരട്ടെ. ബേക്ക് ചെയ്ത് വന്ന ശേഷം കാണിച്ചു തരാം. ബേക്ക് ചെയ്യാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം ഒരു 7-8 മിനിറ്റ് നല്ലൊരു ഗോൾഡൻ ക്രസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് വാങ്ങാം, എന്നിട്ട് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ബേക്ക് ചെയ്ത് വന്ന ശേഷം കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ 2 ടൈപ്പിലുള്ള ചീസ് ടോസ്റ്റും റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ട്രൈ ചെയ്യാം. ഇതിപ്പോഴും മേലെ മാത്രമേ കുക്കായിട്ടുള്ള, ഉള്ളിൽ ഭയങ്കര ബബ്ലിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.